വെൽക്കം ടു മൂവി ബ്രാൻഡ്. ഒരു സാധാരണ ചിട്ടിക്കമ്പനി ജീവനക്കാരനായിരുന്ന മാധവൻ എന്ന സാധു മനുഷ്യൻ കണ്ട സ്വപ്നത്തിന്റെ പേരായിരുന്നു മഞ്ജു വാര്യർ. ഇന്നവർ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം തമിഴിലും അടിച്ചുകയറി വരികയാണ്. നടൻ ദിലീപുമായുള്ള വിവാഹമോചന സമയത്ത് ഒരു പൈസ പോലും അവർ വാങ്ങിയിരുന്നില്ല. പരസ്പരം യാതൊരു കുറ്റവും പറയാതെ ദിലീപേട്ടന് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞ് കരഞ്ഞിറങ്ങിപ്പോകുന്ന മഞ്ജു വാര്യരുടെ വീഡിയോ ഇടയ്ക്കിടെ സമൂഹ മാധ്യമങ്ങളിൽ പൊങ്ങി വരാറുണ്ട്. കോടികൾ കിട്ടുമായിരുന്ന ജീവനാംശമൊക്കെ ഒഴിവാക്കിയെന്ന് മാത്രമല്ല, തന്റെ മകളെ പോലും ഭർത്താവിന് കൊടുത്ത് നിസ്വയാണ് അവർ വീണ്ടും ചലച്ചിത്ര ലോകത്ത് എത്തിയത്. അതാണ് മഞ്ജുവിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നതും. അവർക്ക് സ്വന്തം കഴിവിൽ അപാരമായ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. തുടർന്നുള്ള അഭിനയ ജീവിതത്തിലൂടെയാണ് അവർ ഇന്ന് കാണുന്നതെല്ലാം സമ്പാദിച്ചതും. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ യഥാർത്ഥ സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രതീകമായി മഞ്ജു വാര്യർ വിലയിരുത്തപ്പെടുന്നത്. പുരുഷ വിദ്വേഷത്തിന്റെ ടോക്സിക് ഫെമിനിസം അല്ല, ആരോടും വെറുപ്പില്ലാത്ത ഹ്യൂമനിസത്തിന്റെ മാതൃകയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ദേശീയ സംസ്ഥാന അവാർഡുകളും ഫിലിം ഫെയർ അവാർഡും വാരിക്കൂട്ടിയ താരത്തിന് 46-ാം പിറന്നാൾ കഴിഞ്ഞ ദിവസമായിരുന്നു. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ ഗിരിജ വാര്യരുടെയും മാധവ വാര്യരുടെയും മകളായാണ് മഞ്ജുവിന്റെ ജനനം. അച്ഛന്റെ വിയർപ്പ് തുള്ളികൾ കോർത്തുണ്ടാക്കിയതായിരുന്നു എന്റെ ചിലങ്കയെന്ന് മഞ്ജു എഴുതിയത് അതുകൊണ്ടാണ്. പക്ഷേ കത്തി നിൽക്കുന്ന സൂര്യൻ അസ്തമിച്ചതുപോലെയായി പോയി വിവാഹത്തോടെയുള്ള മഞ്ജുവിന്റെ വിരമിക്കൽ. 98-ൽ നടൻ ദിലീപുമായുള്ള പ്രണയ വിവാഹത്തെ തുടർന്ന് അവർ പൂർണ്ണമായും സിനിമ നിന്ന് മാറി നിന്നു. അവസാനം അഭിനയിച്ച 6-ാം തമ്പുരാന്റെ സെറ്റിൽ വെച്ച് തന്നെ അവർ ഒളിച്ചോടി. സിനിമ മുടങ്ങുമോ എന്നുവരെ നിർമ്മാതാക്കൾക്ക് ഭയമുണ്ടായിരുന്നു. അന്ന് മലയാള സിനിമയിൽ ഒന്നുമല്ലായിരുന്നു ദിലീപ്, ഒരു സാധാരണ നടൻ മാത്രം. വിവാഹത്തിനു ശേഷം ദിലീപിന്റെ ചില വാക്കുകളും വ്യാപകമായി വിമർശിക്കപ്പെട്ടു. പക്ഷെ പിന്നീട് മഞ്ജു വാര്യർ എന്ന നടിയെ മാത്രമല്ല, വ്യക്തിയെയും പിന്നെ പൊതുവേദികളിൽ എവിടെയും കണ്ടില്ല. ഒരു അഭിമുഖം പോലും ആർക്കും കിട്ടിയില്ല. നൃത്തം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ വീട്ടമ്മയിൽ ഒതുങ്ങിപ്പോയ ജീവിതമായിരുന്നു അമ്മയുടേതെന്ന് മഞ്ജു പലപ്പോഴായി പറഞ്ഞു. തനിക്കും ആ ഗതി ഉണ്ടാകരുതെന്ന് മഞ്ജു ആഗ്രഹിച്ചു. ഗുരുവായൂരിലെ ഒരു ഡാൻസ് പരിപാടിയുടെ കാര്യത്തോടെയാണ് മഞ്ജു വാര്യരും ദിലീപും തമ്മിൽ പിണക്കമുടലെടുത്തതെന്ന് സഹോദരൻ അനൂപിന്റെ ശബ്ദരേഖ അടക്കം പുറത്തു വന്നിരുന്നു. നല്ല ഓഫർ വന്നാൽ താൻ ഡാൻസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് മഞ്ജു പറഞ്ഞതിനെ ദിലീപ് എതിർത്തതോടെയാണ് അവർ തമ്മിൽ അകൽച്ച രൂക്ഷമായത്. ഒടുവിൽ 14 വർഷങ്ങൾക്ക് ശേഷം 2012 ഒക്ടോബർ 24-നാണ് മഞ്ജു വാര്യർ വീണ്ടും അരങ്ങിലെത്തിയത്. 2014-ൽ വിവാഹമോചനത്തിന് ശേഷം കല്യാൺ ജ്വല്ലറിയുടെ പരസ്യത്തിൽ ഇതിഹാസ നടൻ അമിതാഭ് ബച്ചന്റെ കൂടെ അഭിനയിച്ചുകൊണ്ടാണ് ക്യാമറയ്ക്ക് മുന്നിലേക്ക് തിരിച്ചെത്തിയത്. അതേ വർഷം തന്നെ ഹൗ ഓൾഡ് ആർ യു എന്ന റോഷൻ ആൻഡ്രൂസിന്റെ ചിത്രത്തിലും അവർ വെള്ളിത്തിരി തിരിച്ചെത്തി. ചിത്രം വലിയ വിജയമാവുകയും ചെയ്തു. ആ സമയത്തൊക്കെ മഞ്ജു വാര്യരുടെ തിരിച്ചുവരവിനായി മാധ്യമങ്ങൾ മുറവിളി കൂട്ടി. ഒരു നടിക്ക് വേണ്ടി മലയാള ഇൻഡസ്ട്രി കാത്തിരിക്കുന്നത് തന്നെ ആദ്യമായിരുന്നു. പരസ്യ വിപണിയിൽ മോഹൻലാലിനെ പോലെ ഏറ്റവും വിലപിടിച്ച താരമായി പിന്നീട് മഞ്ജു മാറി. കേരളത്തെ ഞെട്ടിച്ച നടി ആക്രമിച്ച കേസിലും മഞ്ജുവിന്റെ ഇടപെടൽ നിർണായകമായി. 46-ാം വയസ്സിലും കേരളത്തിലെ ഏറ്റവും ജനപ്രിയ താരമാണ് ഇന്ന് മഞ്ജു. അടുത്ത കാലത്തായി ചില ചിത്രങ്ങൾ പരാജയമാണെങ്കിലും അവരുടെ ജനപ്രീതിക്ക് അല്പം പോലും കുറവ് വന്നിട്ടില്ല. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള നായികയും മഞ്ജുവാണെന്നാണ് സിനിമ ബിസിനസ് മാഗസിനുകൾ പറയുന്നത്. ഒരു കാലത്ത് മലയാള സിനിമയെ പോലും അടക്കിവാണ ദിലീപിന് പോലും ഇന്ന് മഞ്ജുവിന്റെ നേട്ടങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ആകുന്നില്ല. മകളെ അടക്കം ഒറ്റപ്പെടുത്തി നിർത്തിയ ദിലീപിന് പതിയെ പതിയെ എല്ലാം നഷ്ടമാകുന്നു. മറ്റൊരു ഉദാഹരണമാണ് അകന്നു നിന്നിരുന്ന മഞ്ജു മകൾ തമ്മിലുള്ള ഇപ്പോഴത്തെ അടുപ്പം. ഒരു സിനിമയ്ക്ക് മലയാളത്തിൽ 75 ലക്ഷത്തിനും 1.5 കോടിക്കും ഇടയിലാണ് മഞ്ജു വാര്യർ ഈടാക്കുന്നത്. തമിഴ് സിനിമയിൽ നിന്ന് ഇതിലേറെ പ്രതിഫലമാണ് മഞ്ജുവിന് ലഭിക്കുന്നത്. 142 കോടിക്കും 150 കോടിക്കും ഇടയിലാണ് മഞ്ജുവിന്റെ ആസ്തി. പരസ്യ ചിത്രങ്ങളിലെയും മറ്റും സഹകരണങ്ങൾക്ക് 75 ലക്ഷമാണ് താരം ഈടാക്കുന്ന പ്രതിഫലം. ഇതിനു പുറമെ ഉദ്ഘാടനങ്ങളിൽ നിന്ന് താരത്തിന് വരുമാനം ലഭിക്കുന്നുണ്ട്. കേരളത്തിൽ പലയിടങ്ങളിലായി വീടുകളും പ്രോപ്പർട്ടികളും താരത്തിന് സ്വന്തമായുണ്ട്. ആഡംബര കാറുകൾക്കൊപ്പം BMW R 1250 GS എന്ന ബൈക്കും മഞ്ജുവിന്റെ ഗാരേജിലുണ്ട്. ഇതിന് തന്നെ ഏകദേശം 21 ലക്ഷം രൂപ വില വരും.